അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 1-2 വാക്യം 6-7 വാക്യം ദൈവസന്നിധിയിൽ വായിച്ചാൽ. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണിനേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിപ്പാൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ദിനംപ്രതി ഇരുത്തുമാറുണ്ട്. 6-7 വാക്യം. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലങ്കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അടുത്ത 4-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം ഇവിടെ വായിക്കും. 4-ാം അധ്യായം 22-ാം. ഈ അത്ഭുതത്താൽ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ 40-ലധികം വയസ്സുള്ളവനായിരുന്നു. ഈ അത്ഭുതത്താൽ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ 40-ലധികം വയസ്സുള്ളവൻ ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. നാം ചില ആഴ്ചകളായിട്ട് ഈ ദൈവീയ വേദഭാഗത്ത് നിന്ന് ദൈവം തരുന്ന ആലോചന കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അത് വിടുതലും അനുഗ്രഹമാക്കി ദൈവം തീർത്തുകൊണ്ടിരിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുകയും ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഇടപെട്ട കാര്യമുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് ചില വിടുതലുകൾ നടന്നില്ലെങ്കിലും അത് ദൈവം നിശ്ചയിച്ച സമയത്ത് കൃത്യമായി ആ വിടുതൽ നടക്കുവാനിടയായി തീരും. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ മനുഷ്യന് സൗഖ്യം ലഭിക്കാതിരുന്നു. യേശു ധാരാളം പ്രാവശ്യം, എൻ്റെ ചിന്തയിൽ ധാരാളം പ്രാവശ്യം ഈ പ്രാർത്ഥനാ ഗോപുരത്തിൽ കടന്നു പോയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ യേശു കടന്നു പോയപ്പോൾ ഒന്നും ഈ മനുഷ്യനെ സൗഖ്യമാക്കിയില്ല. ഈ മനുഷ്യനെ 44 വയസ്സിൽ അധികമുണ്ട് എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. അപ്പോൾ യേശു ഉള്ള സമയത്തായിരുന്നെങ്കിൽ സൗഖ്യമായേനെയും, യേശു തൊട്ടിരുന്നെങ്കിൽ സൗഖ്യമായേനെയും, യേശു കൽപ്പിച്ചിരുന്നെങ്കിൽ സൗഖ്യമായേനെയും, ഒന്നുകിൽ അവൻ യേശുവിനോട് യാചിച്ചിരുന്നെങ്കിൽ സൗഖ്യമായേനെയും. പക്ഷെ ആ കാലഘട്ടത്തിൽ അവൻ സൗഖ്യമായില്ല. പ്രൈസ് ദി ലോർഡ്. പ്രതീക്ഷിക്കുന്ന സമയത്ത്, നാം പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ കൂടെ, നാം പ്രതീക്ഷിക്കുന്ന വഴികളിൽ കൂടെ ഒരു പക്ഷെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വിടുതലുകൾ നടന്ന് ഇല്ല എങ്കിലും ദൈവം നിശ്ചയിച്ചിരിക്കുന്ന വ്യക്തികളിൽ കൂടെ, ദൈവം പ്രതീക്ഷിക്കുന്ന സമയത്ത്, ദൈവം നിർണയിച്ചിരിക്കുന്ന സമയത്ത് ദൈവിക വിടുതൽ നമ്മുടെ മേൽ വെളിപ്പെടുവാനിടയായി തീരും. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? അവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. വചനം പറയുന്ന പൂർണ്ണ സഹിഷ്ണുതയോടെ ദൈവീയ വാഗ്ദത്തത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. തിടുക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്. വചനം പറയുന്നുണ്ട്, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് എത്താൻ ബന്ധപ്പെടുന്നുവെന്നാണ് നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വേഗത്തിൽ നമുക്ക് സംഭവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ തിടുക്കപ്പെടുന്നതിനേക്കാൾ ദൈവം തിടുക്കപ്പെടുന്നുണ്ട്. പക്ഷേ ദൈവം തിടുക്കപ്പെടുന്നത് എന്തിനെന്നറിയാമോ? നമ്മുടെ സമയത്ത് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയല്ല, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സമയത്ത് പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നത് വരെ പ്രാർത്ഥനയോടെ ദൈവമുമ്പാകെ നമ്മൾ താണിരിക്കണമെന്ന് ദൈവം കൃത്യമായി ആഗ്രഹിക്കുന്നു. വചനം പറയുന്നുണ്ടല്ലോ, അവൻ തക്ക സമയത്ത് നമ്മളെ ഉയർത്താൻ അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കണമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുകയാണ്. ഇപ്പം ചില സമയത്ത് നമ്മൾ ഉപവസിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥന കഴിയുമ്പോൾ ഉടനെ, ഉപവാസം കഴിയുമ്പോൾ ഉടനെ റിസൾട്ട് ലഭിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ സമയത്ത് ലഭിച്ചില്ലെങ്കിലും യാതൊരു സാധ്യതയും അതിന് മുമ്പിൽ കാണത്തില്ലെങ്കിലും നമ്മൾ നിരാശപ്പെട്ടു പോകരുത്. ദൈവം അയക്കുന്ന ചില പത്രോസുമാര് നമുക്ക് വേണ്ടി കടന്നു വരും. ദൈവം അയക്കുന്ന ചില യോഹന്നന്മാരെ ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. ഇന്ന് പകൽ എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? നീ പ്രതീക്ഷിക്കുന്ന ആ വ്യക്തി നിന്റെ അടുക്കൽ വന്നില്ലെങ്കിലും, നീ കാത്തിരിക്കുന്ന വ്യക്തി നിന്റെ മുമ്പിൽ കരം നീട്ടിയില്ലെങ്കിലും, നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞവരുടെ ശബ്ദം നിനക്ക് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, അവർ നിന്നെ കണ്ടിട്ട് കാണാതെ പോയെന്ന് വന്നാലും ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ചില പത്രോസുമാരും ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ചില യോഹന്നാന്മാരെയും ദൈവം കൃത്യ സമയത്ത് നിന്റെ മുമ്പിലേക്ക് അയക്കുമെന്ന് ഇന്ന് പകൽ ഉറപ്പുള്ളവർ കരങ്ങൾ അടിച്ച് പരിശുദ്ധാത്മാവിനോട് പ്രതികരിച്ചാട്ട് ദൈവത്തിന് പകൽ മഹത്വം അർപ്പിച്ചാട്ട്.
Rokanava Shantanada Arturigal Kratara Shamanadagara യേശുവിന്റെ രക്തത്താലും യേശുവിന്റെ വചനത്താലും ഈ പകൽ ജയമേറ്റെടുക്കുകയാണ്. ഹല്ലേലൂയ. പിശാചിന്റെ വലിയൊരു ആയുധമാണ് നിരാശ എന്ന് പറയുന്നത്. നമ്മളെ നിരാശപ്പെടുത്തുക, ഫലമില്ല എന്ന് കാണിച്ചുകൊണ്ട് നിരാശപ്പെടുത്തുക എന്നത് പിശാചിന്റെ വലിയൊരു ആയുധമാണ്. ഹല്ലേലൂയ. പക്ഷെ ദൈവജനത്തിന്റെ ഏറ്റവും വലിയ ആയുധം, ലോകത്തിലെ സകല ആയുധ വർഗങ്ങളെക്കാളും ഏറ്റവും വലിയ ജയത്തിന്റെ ആയുധം എന്ന് പറയുന്നത് വിശ്വാസം എന്നതാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? വിശ്വാസം എന്നതാണ്. ഹല്ലേലൂയ. വചനം പറയുന്ന പോലെ നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും എന്ന് വചനം പറഞ്ഞിരിക്കുമ്പോൾ അത് വിശ്വാസത്തിന്റെ വചനമാണ്. ഇന്ന് പകൽ ആലയത്തിൽ ഇരിക്കുന്നവർ അധരം തുറന്ന് പറയാമോ? ആമീൻ. എന്റെ മുമ്പിൽ ഒന്നുമില്ലെങ്കിലും, എനിക്ക് ശക്തി ഇല്ലെങ്കിലും, എനിക്ക് ബലമില്ലെങ്കിലും, എനിക്ക് സാധ്യത ഇല്ലെങ്കിലും, എന്റെ മുമ്പിൽ ഒരു വഴി ഇല്ലെങ്കിലും, ആമീൻ, വചനം പറഞ്ഞിരിക്കുന്ന പോലെ എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ഇന്ന് പകൽ ഉറയ്ക്കട്ടെ. അസാധ്യതകൾ അവിടെ നിൽക്കട്ടെ, ശൂന്യതകൾ അവിടെ നിൽക്കട്ടെ, പരാജയങ്ങൾ അവിടെ നിൽക്കട്ടെ, ഡിസ്കറേജ് ചെയ്യുന്ന വാക്കുകൾ അവിടെ നിൽക്കട്ടെ. ഒന്നും മുമ്പിൽ കാണാൻ പറ്റിയില്ലെങ്കിലും ഇന്ന് പകൽ ധൈര്യത്തോടെ പറയുക, നിന്നാൽ ഞാൻ മതിൽ ചാടി കടക്കും, നിന്നാൽ ഞാൻ മതിൽ ചാടി കടക്കും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ഞാൻ ഒന്നുകൂടെ കടന്നു പറയാം, എന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തത്താൽ ഞാൻ എന്റെ മതിൽ ചാടി കടക്കും, എന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തത്താൽ ഞാൻ എന്റെ മതിൽ ചാടി കടക്കും. എന്റെ കുടുംബത്തോട് ദൈവം പറഞ്ഞ വാഗ്ദത്തത്താൽ ഞങ്ങളുടെ കുടുംബം മതിൽ ചാടി കടക്കും. എന്റെ ഭാവിയോട് ദൈവം പറഞ്ഞ വാഗ്ദത്തത്താൽ എന്റെ ഭാവി മതിൽ ചാടി കടക്കും. എന്റെ തലമുറകളോട് ദൈവം പറഞ്ഞ വാഗ്ദത്തത്താൽ എന്റെ തലമുറകൾ മതിൽ ചാടി കടക്കും. Sodono Vahahasitono Roba Vedal Bragandam Braushadhanaja Arthura Pradatiri Shudhanadhigandam യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. നിനക്കൊരു വിജയമുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം, നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന വൻ കാര്യങ്ങളുടെ പ്രാരംഭ സ്റ്റെപ്പിലേക്ക് നീ പ്രവേശിക്കുമ്പോൾ, അതിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ, അതിൻ്റെ പിന്നിൽ നിരാശപ്പെടുത്തുന്ന വാക്കുകളുണ്ടെങ്കിൽ, സാധ്യമല്ലെന്ന് പറയുന്ന വാക്കുകളുണ്ടെങ്കിൽ, സംഭവിക്കത്തില്ലെന്ന് പറയുന്ന വാക്കുകളുണ്ടെങ്കിൽ, നിലനിൽക്കത്തില്ലെന്ന് പറയുന്ന വാക്കുകളുണ്ടെങ്കിൽ, ഇന്ന് പകൽ ധൈര്യത്തോടെ നിന്റെ സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ചുകൊള്ളണം. Praise the Lord. Praise the Lord. ദാവീദ് ആദ്യമേ പടക്കളത്തിൽ എത്തുന്നത് തന്റെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാന്, യുദ്ധത്തിന്റെ ഗതിയറിയാൻ പിതാവ് പറഞ്ഞതനുസരിച്ച് താൻ വന്നതാണ്. ഹല്ലേലൂയ. പക്ഷേ താൻ വന്ന സമയത്ത് തന്റെ കാതിൽ മുഴങ്ങിയ ശബ്ദമുണ്ട്. അത് ദൈവത്തിന്റെ ജനത്തെ നിന്ദിക്കുന്ന ശബ്ദമാണ്, ദൈവത്തിന്റെ ജനത്തെ നിന്ദിക്കുന്ന ശബ്ദമാണ്, അവരെ പരാജയപ്പെടുത്തുന്ന ശബ്ദമാണ്, എന്റെ വാക്കിൽ പറഞ്ഞാൽ അവരെ പരിഹസിക്കുന്ന ശബ്ദമാണ്. അതിൽ കൂടെ ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ശബ്ദമാണ്. ഹല്ലേലൂയ. അവന്റെ സഹോദരന്മാർ അവനോട് അനുകൂലമായി സംസാരിച്ചില്ല. ശൗൽ അവനോട് അനുകൂലമായി സംസാരിച്ചില്ല. എല്ലായിടത്തും പ്രതികൂലത്തിന്റെയും നിരാശയുടെയും പുറകോട്ട് പിടിക്കുന്ന വാക്കുകൾ വന്നപ്പോൾ ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്. ആരോട് പറഞ്ഞു? മറ്റാരോടുമല്ല പറഞ്ഞത്. വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിന് മുമ്പാകെ നിന്ന് പറഞ്ഞു, നീ നിന്ദിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ വരുന്നു. ഇന്ന് നമുക്ക് കടന്നു ചെല്ലാനുള്ളത് നമ്മുടെ ബലം കൊണ്ടല്ല, നമുക്ക് വിജയം കിട്ടുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമുക്ക് വിജയം കിട്ടുന്നത് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടല്ല, നിനക്ക് വിജയം കിട്ടുന്നത് പിടിപാട് കൊണ്ടല്ല, നിനക്ക് വിജയം കിട്ടുന്നത് നിനക്ക് വേണ്ടി ആരൊക്കെയോ എവിടൊക്കെയോ ഉള്ളത് കൊണ്ടല്ല. ഇന്ന് പകൽ പരാജയപ്പെടുത്തുവാൻ വെല്ലുവിളി മുടക്കുന്ന ഗോലിയാത്ത് പോലുള്ള ശക്തിയുടെ മുമ്പിൽ ദൈവ പൈതലെ നീ കടന്നു ചെല്ലാൻ പോകുന്നത് നിന്റെ വീണ്ടെടുപ്പുകാരനായ, നിനക്ക് വേണ്ടി അവസാനത്തെ തുള്ളി രക്തം വരെ കാൽവരിയിൽ ഒഴുക്കിയ നസ്രേനായ യേശുവിന്റെ നാമത്തിലാണ് ഇന്ന് പകൽ നീ കടന്നു ചെല്ലുന്നത്. അവന്റെ നാമത്തിൽ നിനക്ക് വിജയം ലഭിക്കും.